എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്ന ചാപ്റ്ററിലെ 3ാം ഭാഗത്തേക്ക് കടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് മിൽക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ. നമുക്ക് മാർക്കറ്റിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ പല ആൾക്കാരും പാൽ വിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പാൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന സമയത്ത് താഴെ പറഞ്ഞിരിക്കുന്ന 4 രീതിയിലായിരിക്കണം പാലുകൾ വിൽക്കേണ്ടത്. പല രീതികളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന 4 തരത്തിലുള്ള കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള മിൽക്സ് ആണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് നോക്കൂ, ഹോമോജനൈസ്ഡ് മിൽക്ക്. ഹോമോജനൈസ്ഡ് മിൽക്ക് സാധാരണ നമ്മൾ മിൽമ പാലാണല്ലോ നമ്മുടെ കേരളത്തിൽ കൂടുതൽ ആൾക്കാരും ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ മിൽമയുടെ ഒരു പാക്കറ്റ് കവർ പാൽ വാങ്ങിയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഹോമോജനൈസ്ഡ്, പാസ്ചറൈസ്ഡ്, ടോൺഡ് മിൽക്ക് അല്ലെങ്കിൽ ഡബിൾ ടോൺഡ് മിൽക്ക് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഹോമോജനൈസേഷൻ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ആയിട്ട് പാൽ വിൽക്കുന്ന സമയത്ത് ഒരുവിധം എല്ലാ പ്രൊഡ്യൂസേഴ്സും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹോമോജനൈസ്ഡ് മിൽക്ക്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ അറിയാം. അടുത്തതാണ് കണ്ടൻസ്ഡ് മിൽക്ക്. നമ്മുടെ ഓരോ വിശിഷ്ട ദിവസങ്ങളിൽ, അവസരങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു വസ്തുവാണ് പായസം എന്നത്. പണ്ട് കാലത്ത് പായസം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സമയമെടുത്ത്, പ്രത്യേകിച്ച് മടപ്രഥമന്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് സമയമെടുത്ത് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പാലിനെ. അപ്പോഴാണ് ആ ടേസ്റ്റ് ലഭിക്കുക. എന്നാൽ ഇന്ന് അതിനെ തന്നെ ചെറിയൊരു ഫോമിലാക്കിയിട്ട് നമുക്ക് ടിൻഡായിട്ട് ലഭിക്കുന്നു. അതാണ് കണ്ടൻസ്ഡ് മിൽക്ക് എന്നത്. പണ്ടുകാലം മുതൽക്കേ നമ്മൾ മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ആ ക്യാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കണ്ടൻസ്ഡ് മിൽക്കാണ്. അടുത്ത പാലാണ് ടോൺഡ് മിൽക്ക്. ടോൺഡ് മിൽക്കിന്റെ പ്രത്യേകത കുറച്ചുകൂടെ ഫാറ്റ് കണ്ടന്റ് അതിൽ കുറവായിരിക്കും. ദെൻ ഡബിൾ ടോൺഡ് മിൽക്ക് പറയുമ്പോൾ വീണ്ടും ഫാറ്റ് കണ്ടന്റ് കുറയുന്നു. കുടിക്കാൻ ആവശ്യമായിട്ടുള്ള പാലുകളിൽ വരുന്നതാണ് ഡബിൾ ടോൺഡ് മിൽക്കും സ്കിം മിൽക്കൊക്കെ തുടങ്ങിയിട്ടുള്ളവ. ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചായക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് കട്ടിയുള്ള പാലെന്ന് നമുക്ക് പറയാം. ഓരോന്നിന്റെയും പ്രത്യേകത നമുക്ക് കാണാം. ഹോമോജനൈസ്ഡ് മിൽക്ക്. ഹോമോജനൈസ്ഡ് മിൽക്ക് എന്നത് ഒരു കോമൺ ടേം ആണ്. നമ്മൾ ഏത് പാല് വാങ്ങിയാലും ഒരുവിധം എല്ലാ പാലിലും, സാധാരണ നമ്മൾ മിൽമയാണ് ഒരുവിധം എല്ലാ ആൾക്കാരും ഉപയോഗിച്ച് വരുന്നത്. അതിന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഹോമോജനൈസ്ഡ് മിൽക്ക്. ടോൺഡ് ആവാം, ഡബിൾ ടോൺഡ് ആവാം, സ്കിം ആകാം, പാസ്ചറൈസ്ഡും ആകാം. എന്തു തന്നെ ആയാലും ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ഏകീകരണം നടക്കുകയാണ്. ഹോമോജനൈസേഷൻ, ആ പാലിൽ ഒരു വസ്തു ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു മുഴുവനായിട്ടും. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഫാറ്റ് ആണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? പാലിനെ നല്ല ഉയർന്ന അളവിൽ ഹൈ പ്രഷറും വെലോസിറ്റിയിലൂടെ ഒരു ചെറിയ പാസേജിലൂടെ കടത്തിവിടുകയും ആ സമയത്ത് മെക്കാനിക്കലായിട്ട് നല്ലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയും ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പാലിലുള്ള ഫാറ്റിന്റെ ഗ്ലോബ്യൂൾസിനെ ഇടിച്ചിടിച്ച് ചെറിയ ഗ്ലോബ്യൂൾസ് ആക്കി പാൽ മുഴുവനായിട്ടും നിറച്ചു വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ചെറിയ ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റി ഒരു സ്റ്റേബിൾ ഫാറ്റ് ഇമൽഷൻ ആക്കി മാറ്റുന്നു. അതായത് സാധാരണഗതിയിൽ നമ്മൾ പശുവിൻ പാൽ കറന്നു കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ വെച്ച് കുറച്ചു നേരം കഴിയുന്ന സമയത്ത് മുകളിൽ ഒരു മഞ്ഞ നിറത്തിലൊരു പാട പോലെ വരും. അതെന്താണ്? ഗ്രാവിറ്റിയുടെ കാരണത്താൽ ഫാറ്റ് ഗ്ലോബ്യൂൾസ് താഴെ കിടക്കാതെ, മിക്സ് ചെയ്ത് കിടക്കാതെ പതിയെ പൊന്തി വരുന്നു. ഈ ഒരു പ്രോസസ്സ് ഹോമോജനൈസ്ഡ് മിൽക്കിൽ കാണാറില്ല. എന്താണ് അതിന് കാരണം? ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ ചെയ്തു കഴിഞ്ഞു. അതായത് ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സൈസിനെ വെറും ചെറിയ ഒരു കണമാക്കി, ചെറിയ സൈസാക്കി മാറ്റി ഹോമോജനൈസ് ചെയ്തു. വീണ്ടും അത് ഗ്ലോബ്യൂൾ ഫോമിലാക്കി അല്ലെങ്കിൽ വലിയ ഗ്ലോബുലാർ ഫോമിലായി ഉയർന്നു വന്ന് നിൽക്കാൻ അവിടെ പറ്റാത്ത വരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പാലിന് കുറച്ചൊരു കൊഴുപ്പുള്ളത് പോലെ നമുക്ക് അനുഭവപ്പെടും. ഇത്തരത്തിൽ നല്ല കൂടിയ കൊഴുപ്പുള്ള
പാലിനെയാണ് നമ്മൾ ഹോമോജനൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പാലിൽ നിന്ന് നമുക്ക് ഒരിക്കലും കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ നെയ്യ് എടുക്കാനൊന്നും തന്നെ പറ്റില്ല. ഹോമോജനൈസേഷൻ upon milk may be described as follows. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സൈസ് എന്ന് പറയുന്നത് 1 മുതൽ 20 മൈക്രോൺസ് ആണ്. ഓരോ ഗ്ലോബ്യൂൾ എന്ന് പറയുമ്പോൾ ഓരോ കുമിളകൾ പോലെയാണ് കാണപ്പെടുന്നത്. ഫാറ്റിന്റെ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്ലോബുലാർ ലൈക്ക് സ്ട്രക്ചർ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓരോ ബ്രീഡ് ഓഫ് കവിന്റെയും അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഫാറ്റ് ഗ്ലോബ്യൂളുടെ സൈസ് വ്യത്യസ്തമായിരിക്കും. സാധാരണഗതിയിൽ ഒരു ക്രോസ് ബ്രീഡ് കവിന്റെ ഫാറ്റ് ഗ്ലോബ്യൂളുടെ സൈസ് എന്ന് പറയുന്നത് 1 മുതൽ 20 വരെ ആയിരിക്കും. ഇവിടെ നമ്മൾ ഹോമോജനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2 മൈക്രോണിൽ താഴെ സൈസിലേക്ക് കൊണ്ടുവരുന്നു. വലിയ കുമിളയായിരുന്നത് ഇടിച്ചിടിച്ചിടിച്ചിട്ട് ചെറിയ ചെറിയ കുമിളകളാക്കി മാറ്റുന്നു. താഴെ 20 മൈക്രോൺ വരെ ഉണ്ടായിരുന്നത് 2 മൈക്രോണിൽ താഴെ സൈസിലേക്ക് കൊണ്ടുവരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഫാറ്റ് ഗ്ലോബ്യൂൾസിന് ഒരു കാരണവശാലും മുകളിൽ ഒരു ക്രീമി ലെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല, ഗ്രാവിറ്റേഷൻ പുള്ള് കാരണം. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? പാലിന്റെ വിസ്കോസിറ്റി വർദ്ധിച്ചതായിട്ട് തോന്നുന്നു. സാധാരണഗതിയിൽ പാലിലെ കൊഴുപ്പ് മുകളിൽ അടിഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ പാലിന്റെ വിസ്കോസിറ്റി എന്തായിരിക്കും? കുറച്ചുകൂടെ വെള്ളം പോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക ഫാറ്റ് പോയി കഴിഞ്ഞാൽ. എന്നാൽ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസും കൂടെ നല്ലൊരു ഇമാൽഷനായി കിടക്കുന്ന സമയത്ത് ഫാറ്റിന് കുറച്ചുകൂടെ ഒരു കട്ടി വിസ്കോസിറ്റി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ക്രീംനെസ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത്തരത്തിൽ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സൈസിനെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീന്റെ പേരാണ് നിങ്ങൾ ഈ അതിൽ കാണുന്ന മെഷീൻ ഉണ്ടല്ലോ, അതാണ് ഹോമോജനൈസർ. PSC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഹോമോജനൈസേഷന് ഉപയോഗിക്കുന്ന മെഷീന്റെ പേരെന്ത്? ഹോമോജനൈസർ. ഇതിന്റെ ഉദ്ദേശം എന്താണ്? പാലിന്റെ വിസ്കോസിറ്റി കൂട്ടുന്നു. എങ്ങനെയാണ്? ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സൈസ് കുറയ്ക്കുന്ന വഴി. 1 മുതൽ 20 മൈക്രോൺ സൈസ് ഉണ്ടായിരുന്നതിന് 2 മൈക്രോണിൽ താഴെ സൈസ് ആക്കി മാറ്റുന്നു. ഹോമോജനൈസറിൽ ഇട്ട് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ നല്ല പ്രഷറിലും ഹൈ വെലോസിറ്റിയിലും പാൽ ഈ ഒരു മെഷീനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സൈസ് കുറഞ്ഞ് കുറച്ചുകൂടെ ഹൈലി വിസ്കസ് ആയിട്ടുള്ളൊരു പാല് നമുക്ക് ലഭിക്കുന്നു. ഇത്തരത്തിൽ കിട്ടുന്ന പാലിനെയാണ് നമ്മൾ ഹോമോജനൈസ്ഡ് മിൽക്ക് എന്ന് വിളിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക്. നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് പ്രത്യേകിച്ച് വളരെ പരിചിതമായിട്ടുള്ള ഒരു മിൽക്കാണ് കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. നമ്മൾ മിൽക്ക് മെയ്ഡ് എന്ന പേരിൽ പണ്ടുകാലം മുതൽക്കേ നമുക്കറിയാവുന്ന ഒരു വസ്തുവാണ് കണ്ടൻസ്ഡ് മിൽക്ക്. നമ്മുടെ പണ്ടുകാലത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നത് മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പാലാണ് അല്ലെങ്കിൽ ഒരു മധുരമുള്ളൊരു പാലാണ് എന്നാണ് തന്നെയാണ്. യഥാർത്ഥത്തിൽ അതൊരു ബ്രാൻഡിന്റെ പേരാണ്. ഇന്ന് പല ബ്രാൻഡിലും നമുക്ക് അവൈലബിൾ ആണ്. അമൂലിന്റെയും മിഠായി മെയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാണോ പായസത്തിൽ പാൽ കുറുക്കിയെടുക്കാറില്ലേ, 1 ലിറ്റർ പാലിനെ 1/2 ലിറ്ററായി കുറുക്കിയെടുത്തു കഴിഞ്ഞ് അതിൽ ആവശ്യത്തിന് പഞ്ചസാര, ഏകദേശം 40% പഞ്ചസാരയും ചേർത്ത് കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ അതാണ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മധുരം ചേർത്ത കണ്ടൻസ്ഡ് മിൽക്കും മധുരം ചേർക്കാത്ത കണ്ടൻസ്ഡ് മിൽക്കും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ഇവാപറേറ്റീവ് പ്രോസസ്സിലൂടെ നല്ല ചൂടിൽ പാലിനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വോൾ മിൽക്കിനെയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ കണ്ടൻസ്ഡ് മിൽക്കാക്കി മാറ്റുന്നത്. എന്താണ് വോൾ മിൽക്ക്? പാലിൽ യാതൊരു വസ്തുവും മാറ്റാതെ ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള മിൽക്കിനെയാണ് വോൾ മിൽക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് മാർക്കറ്റിൽ പലപ്പോഴും വോൾ മിൽക്ക് ആയിട്ട് ലഭിക്കാറില്ല. പലപ്പോഴും ഫാറ്റ് എക്സ്ട്രാക്ട് ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള മിൽക്കാണ് പലപ്പോഴും ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഷുഗർ എക്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വോൾ മിൽക്ക് എന്ന് പറയുമ്പോൾ യാതൊരു വിധത്തിലുള്ള കൃത്രിമവും കാണിക്കാത്ത ശുദ്ധമായ പാലിനെ നമ്മൾ ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി സ്കിം മിൽക്കിനെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ ആഡ് ചെയ്യാതിരിക്കാം. പഞ്ചസാര ആഡ് ചെയ്താൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് പായസത്തിലായാലും ചായ ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പൊ ചായ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ഷുഗർ ചേർക്കാത്തതാകുമ്പോൾ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ പാൽ ചേർക്കാം. സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കിന്റെ ക്വാളിറ്റിയാണ് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത്. 9% മിൽക്ക് ഫാറ്റ്, 31% മിൽക്ക് സോളിഡ്,
40% കെയിൻ ഷുഗർ. സാധാരണഗതിയിൽ പാലിലെ ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3.5 to 4 ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ നമ്മൾ കുറുക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് 9% മിൽക്ക് ഫാറ്റ് ഉണ്ടാകും, 31% മറ്റ് മിൽക്ക് സോളിഡ്സ് ഉണ്ടാവും. വാട്ടർ കണ്ടന്റ് ആണ് ഇവിടെ കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. പകരം നമ്മൾ എന്ത് ചെയ്തു, 40% കെയിൻ ഷുഗർ ആഡ് ചെയ്ത് കുറുകിയ അവസ്ഥയിലുള്ള പാല് ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള പാലിനെയാണ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന പേരിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്നത്. ദീർഘകാലം കേടുവരാതെ അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു പാലായതുകൊണ്ട് മിൽക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു പണ്ട് കാലത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാ സ്വീറ്റ്സിലും, പ്രധാനമായിട്ടും പായസത്തിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ടേസ്റ്റിന് വേണ്ടിയിട്ടും മധുരത്തിന് വേണ്ടിയിട്ടും ഒക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കണ്ടൻസ്ഡ് മിൽക്ക് എന്നത്. അടുത്തതാണ് ടോൺഡ് മിൽക്ക്. എന്താണ് ടോൺഡ് മിൽക്ക്? ആരോഗ്യ മിൽക്കിന്റെ ഒരു കവറാണ് അവിടെ കാണുന്നത്. നോക്കാൽ എന്താ എഴുതിയിരുന്നത്? പാസ്ചറൈസ്ഡ്, ഹോമോജനൈസ്ഡ്, ടോൺഡ് മിൽക്ക്. പാസ്ചറൈസേഷൻ എന്ന പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിലുള്ള എല്ലാ രോഗകാരികളായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിച്ച് കളയുന്നു. ഹോമോജനൈസ്ഡ് പറയുമ്പോൾ എന്തായിരുന്നു? ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ഇടിച്ചു പരത്തി ചെറിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കിയിട്ട് കട്ടിയുള്ള പാലാക്കുന്നു. ദെൻ ടോൺഡ് മിൽക്ക്. ആ കട്ടി എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കുന്നു. ഈ ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്കിം മിൽക്ക് എന്നിവ എന്ന ടേമുകൾ. ടോൺഡ് മിൽക്കിൽ എന്താണ് സംഭവിക്കുന്നത്? സിംഗിൾ ടോൺഡ്, ഡബിൾ ടോൺഡ് ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. സിംഗിൾ ടോൺഡ് മിൽക്ക് അഥവാ ടോൺഡ് മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് that is obtained by the addition of water and skim milk powder to whole milk. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ആകെ മൊത്തമുള്ള പാലിലേക്ക് വെള്ളവും പാൽപ്പൊടിയും ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിന്റെ ഫാറ്റ് കണ്ടന്റ് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ടോൺഡ് മിൽക്ക് ഷുഡ് കണ്ടെയ്ൻ എ മിനിമം ഓഫ് 3% of fat and 8.5% of SNF. ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് BA സ്റ്റാൻഡേർഡ്. ടോൺഡ് മിൽക്കിൽ 3% ഫാറ്റും 8.5% SNFുമാണ് വേണ്ടത്. നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ടോൺഡ് മിൽക്കിംഗ് കൊണ്ട് പ്രോസസ്സിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഫാറ്റ് കണ്ടന്റ് അതിൽ കുറയ്ക്കുക എന്നത്. അതിനുള്ള ഒരു മാർഗമാണ് വാട്ടർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് സ്കിം മിൽക്ക് പൗഡർ ആഡ് ചെയ്യുക. സ്കിം മിൽക്ക് പൗഡറിന്റെ പ്രത്യേകത എന്താണ്? അതിൽ ഫാറ്റ് ഇല്ലാത്ത മിൽക്കാണ്. സ്വാഭാവികമായിട്ടും വോൾ മിൽക്കിലേക്ക് വാട്ടറും സ്കിം മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഫാറ്റ് കണ്ടന്റ് മൊത്തമായി എടുക്കുന്ന സമയത്ത് കുറഞ്ഞു വരുന്നു. ഇതാണ് നോർമൽ പ്രോസസ് എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വാട്ടറിന്റെ അഡീഷനും സ്കിം മിൽക്ക് പൗഡറിന്റെ അഡീഷനൊന്നും അല്ല നടക്കുന്നത്. യഥാർത്ഥത്തിൽ നടക്കുന്നത് ആ പാലിലുള്ള മൊത്തമായി നമുക്ക് ലഭിക്കുന്ന ഹൈ എമൗണ്ട് ഓഫ് മിൽക്കിൽ എത്ര ശതമാനം ഫാറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് 3% ഫാറ്റ് ആകാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഫാറ്റ് അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാമെന്ന് നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം ആ കിട്ടുന്ന വോൾ മിൽക്കിൽ നിന്നും ഫാറ്റ്, കൂടുതലുള്ള ഫാറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ആ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഫാറ്റ് ആണ് നമ്മൾ ഗീ ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ ക്രീം സെപ്പറേറ്റർ മെഷീൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ടോൺഡ് മിൽക്ക് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ പാലില്. ഡബിൾ ടോൺഡ് മിൽക്ക്. ഡബിൾ ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഡബിൾ ടോണിംഗ് ആണ്. വീണ്ടും പാലിലെ കൊഴുപ്പ് കുറച്ചു കൊണ്ടുവരികയാണ്. ഇതിന്റെ ഭാഗമായിട്ട് 1.5% ഫാറ്റും 9% SNFും ഉണ്ടാകുന്നു. ഈ എടുക്കുന്ന എക്സ്ട്രാ ഉള്ള ഫാറ്റ് എന്ത് ചെയ്യുന്നു? നെയ്യ് ഉൽപാദനത്തിന് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. കൂടാതെ ക്രീമിനൊക്കെ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. പാലാണ് സ്കിം മിൽക്ക് എന്നത്. സ്കിം മിൽക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫാറ്റ് ഫ്രീ മിൽക്ക് എന്ന പേരിലാണ് സാധാരണഗതിയിൽ ഇത് അറിയപ്പെടുന്നത്. ഫാറ്റ് ഉണ്ട്, എന്നാൽ വളരെ ലോ ലെവലിലുള്ള ഫാറ്റ് ആണ് സാധാരണഗതിയിൽ സ്കിം മിൽക്കിലുള്ളത്. സ്കിം മിൽക്കിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലോ കലോറി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുടിക്കാൻ പറ്റിയ ഒരു പാൽ തന്നെയാണ് സ്കിം മിൽക്ക് എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ ഫാറ്റ് ഗ്ലോബ്യൂൾസ് കംപ്ലീറ്റ് ആക്കിയിട്ട് മാറ്റിയതിനു ശേഷം, മുഴുവനായി മാറ്റുന്നില്ല, ഏകദേശം 1%, മാക്സിമം 0.5% കൂടാതെ ഫാറ്റ് പെർസെൻറ്റേജ് ഉള്ള 8.7% SNFും ഉള്ള പാലാണ് നമ്മൾ സ്കിം മിൽക്ക് എന്ന പേരിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്നത്. കലോറി കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും കുടിക്കാൻ പറ്റിയ ഒരു പാലാണ് സ്കിം മിൽക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ട ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ഫാം മിൽക്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിച്ചു വരുന്നത് ടോൺഡ് മിൽക്കാണ്. കൂടാതെ കുടിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡബിൾ ടോണ്ടും സ്കിം മിൽക്കും ഒക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു സ്വീറ്റ്നർ എന്നതിലുപരി
പലതരം സ്വീറ്റിലും മെയിൻ ഫങ്ഷൻസിലും ഒക്കെയുള്ള ഒരു പലഹാരം എന്ന രൂപത്തിൽ പലപ്പോഴും കഴിക്കാവുന്ന ഒരു മിൽക്കും കൂടെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. ദീർഘകാലം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു മിൽക്കും കൂടെയാണ് കണ്ടൻസ്ഡ് മിൽക്ക്. അത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ മിൽക്സ് അവൈലബിൾ ഇൻ അവർ മാർക്കറ്റ്. എല്ലാ ഭാഗവും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുവരെ താങ്ക് യു. എല്ലാ ഭാഗവും എല്ലാവരും കാണുക, മനസ്സിലാക്കുക. പരീക്ഷ എടുക്കാറായിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.